അപ്പം നമുക്കൊരു ബിരിയാണി റെസിപ്പി കണ്ടാലോ? ബിരിയാണിയല്ല, ബിരിയാണി റൈസ്. അപ്പം നമുക്കത് ബീഫിൻ്റെ കൂടെയോ ചിക്കൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാം. അത് കഴിക്കുന്നതനുസരിച്ച് നമുക്ക് ഏത് ബിരിയാണിയാണെന്ന് പറയാം. കുറച്ച് എണ്ണ എടുത്ത് വലിയ പാത്രത്തിൽ വീഴ്ത്തുക, അത് എന്നിട്ട് തിളപ്പിക്കുക. അതിലേക്ക് കുറച്ച് സവാള, തക്കാളി, ക്യാരറ്റൊക്കെ കുനുകുന അരിഞ്ഞിടുക, തൊണ്ടമുളക് ഇടുക, ജീരകം, കറുവപ്പട്ട, ഗ്രാമ്പു, അതുപോലെ 2 കഷ്ണം ഏലയ്ക്ക, വെളുത്തുള്ളി എല്ലാം കൂടെ ഇട്ട് നല്ലപോലെ വരട്ടിയെടുക്കുക. ഈ വരണ്ട് വരുന്ന സാധനം വരുമ്പോൾ ഒരു മണമുണ്ട്, എൻ്റെ പൊന്നും അടിപൊളി മണമാണ് കേട്ടോ. എന്നിട്ട് ഇത് വരണ്ട് വന്നതിന് ശേഷം അതിലേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം. വെള്ളം നമ്മൾ എത്രത്തോളം റൈസ് എടുക്കുന്നോ അതിനനുസരിച്ചാണ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ എനിക്ക് പറഞ്ഞുതരാൻ കറക്റ്റായിട്ടുണ്ട്, കാരണം ഇതെല്ലാം ഉമ്മച്ചിയുടെ പൊടിക്കൈകളായതുകൊണ്ട് ഈ കൈപ്പിടി അളവെന്നൊക്കെ പറയില്ല, അങ്ങനെ സംഭവമാണ്. അപ്പോൾ എത്ര റൈസ് എടുക്കുന്നോ അതിനനുസരിച്ച് നമുക്ക് വെള്ളം ആഡ് ചെയ്യാം. അതുപോലെയാണ് ഉപ്പും നമ്മൾ ആഡ് ചെയ്യുന്നത് അതുപോലെയാണ്. ചിലർക്ക് ഉപ്പ് കൂടുതൽ വേണമായിരിക്കാം, ചിലർക്ക് ഉപ്പ് കുറവായിരിക്കാം, ചിലപ്പോൾ മീഡിയം ലെവലിൽ നിൽക്കുന്നത്, അത് അവരുടെ ആവശ്യാനുസരണം നമ്മൾ ഉപ്പ് കൂടെ ആഡ് ചെയ്യാം. പിന്നെ നല്ല തിളച്ച് പൊന്തി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. മറ്റേ ഇല പോലത്തെ സംഭവം ഉണ്ടല്ലോ, നമ്മൾ ഈ ഗ്രാമ്പൂൻ്റെയൊക്കെ കൂടെ കിടക്കുന്നത്, അതൊക്കെ കിട്ടുവാണെങ്കിൽ അതിൻ്റെ മീതി അങ്ങ് ഇട്ട് കൊടുക്കണം കേട്ടോ, വെറുതെ ഒരു അലങ്കാരത്തിന് കിടക്കട്ടെ. അത് കഴിഞ്ഞ് നല്ല അടച്ചിട്ട് നല്ല വേവിക്കണം. നമ്മളിത് അടുപ്പിൽ കുക്ക് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ അടച്ചിട്ട് നല്ലപോലെ കുക്ക് ചെയ്യണം. കുക്ക് ചെയ്ത് വന്നതിന് ശേഷം കുറച്ച് ഡാൽഡയും നെയ്യും ഒക്കെ അതിൻ്റെ മീതെ വിതറി നല്ല സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ തന്നെ ഒരു മണം വരും. അതിലേക്ക് കുറച്ച് മല്ലിയിലയും കുറച്ച് പൈനാപ്പിളൊക്കെ അരിഞ്ഞ് അങ്ങോട്ട് വിതറി കൊടുക്കുക. അതിനുശേഷം നമുക്ക് മറ്റേ കിസ്മിസും അണ്ടിപ്പരിപ്പും രണ്ടും പിന്നെ അതുപോലെ സവാളയും കൂടെ ഒന്ന് വറുത്തെടുക്കാം. എന്തിനാണ്, നമുക്കിതിൻ്റെ മീതെ ഒന്ന് വിതറണമല്ലോ, എല്ലാം ടോപ്പിങ്സ്, ഒരു ആഡംബരം. അപ്പോൾ അതിന് വേണ്ടി നമ്മളിതൊന്ന് വറുത്തെടുത്തു. എന്നിട്ട് ഇത് നല്ല കരിമുരായി ഇരിക്കാൻ വേണ്ടി കുറച്ച് ഷുഗർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല കരിമുരായിരിക്കും, നമുക്ക് അടിച്ച് തിന്നാൻ പറ്റും. അപ്പോൾ എന്നിട്ട് അതെല്ലാം കൂടെ കറിവേപ്പിലയും അണ്ടിപ്പരിപ്പും മുന്തിരിയും പിന്നെ അതുപോലെ ഉള്ളിയും എല്ലാം കൂടെ നമ്മൾ അതിൻ്റെ മീതെ അങ്ങോട്ട് വിതറി കൊടുക്കുക. നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.